ഞാൻ ചാടും. ചാടില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഒരു സാഹിത്യകാരന്റെ വേദനകൾ മനസ്സിലാക്കാത്ത, അവൻ അംഗീകരിക്കാത്ത അക്ഷരവൈരികളായ ഹംക്കളുടെ ലോകത്ത് ജീവിക്കാൻ ഇനി ഞാനില്ല. ഞാൻ ചാടും. കുറെ നേരം ആയല്ലോ ആശാൻ, ഇത് എപ്പോഴാ? അതെന്താ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. തിരക്കൂട്ടല്ലേ, ഇന്ന സമയത്ത് ചാടാനൊന്നും കരാറെടുത്തില്ല. അങ്ങോട്ട് മാറിയില്ലേ? മിസ്റ്റർ കാഞ്ഞിരക്കുറ്റി, നിങ്ങൾ ദയവേ താഴെ ഇറങ്ങണം. മനസ്സില്ല. കുറെ കാലമായിട്ട് എല്ലാരും കൂടി താഴെ ഇറക്കല്ലേ കാതറിനെ. സാഹിത്യ ലോകത്തെ കാതർ ഉയരങ്ങളിൽ എത്തുമോ എന്ന് ഭയന്നിട്ട് ക്ലിക്കുകളും ലോറികളും അല്ല കാതറിന്റെ നേരെ. നിങ്ങൾ മര്യാദയ്ക്ക് താഴെ ഇറങ്ങുന്നതാണ് നല്ലത്. പോലീസിന് എന്താണ് ആത്മഹത്യ ചെയ്യുന്നോട്ട് കാര്യം? ഒന്ന് പോ സാറേ. നോ സ്റ്റോപ്പ്. പ്രകാശ്, ചാക്കോച്ചൻ, താൻ എവിടെയാ നോക്കണേ? അവിടെ എന്താ സർ പ്രോബ്ലം? ദൈവത്തെ താഴെ ചാടാൻ തുടങ്ങാണെന്ന് ഞങ്ങളെ കൊണ്ട് കയറ്റുന്നില്ല. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഫയർ സർവീസ്. ചാടാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ ക്യാമറ എടുക്കട്ടെ. എന്റെ പ്രശ്നങ്ങളെല്ലാം അറിയുന്ന നിങ്ങളും സമയത്തിന് തന്നെ വന്നത് വളരെ നന്നായി. സാറേ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ ബന്ധമൊന്നും ഇല്ല കേട്ടോ. കാതറേ, മണ്ടത്തിന് കാണിക്കാതെ താഴെ ഇറങ്ങ്. ഇല്ല, എന്റെ ഉള്ളിലെ നീറുന്ന പ്രശ്നങ്ങൾ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം. ഉറപ്പുണ്ടോ? ആ, ഉറപ്പാണ്. ഇല്ല, പോലീസുകാർ എനിക്ക് വിശ്വാസമില്ല. എന്നാ താൻ ചാടറോ? അങ്ങനെ ചാടിക്കാൻ നോക്കണ്ട. ഞാൻ തോന്നിയതുപോലെ ചെയ്യും. ചാടിയില്ലേ തന്നെ ഞാൻ വെടിവെച്ച് താഴെ ഇടും. എന്നാ വെടി വെച്ചിട്ട് സാർ കൊച്ചോ. പറയണത് ഇതുകൊണ്ട് അടുപ്പിക്കണ്ട. ഞാൻ കയറൂലേ ബക്കറ്റിന്റെ അകത്ത്. നിങ്ങൾക്കൊരു ഹെലികോപ്റ്ററിന്റെ കൊണ്ടുവന്നൂടെ? എത്ര ഉപകാരം ഉണ്ടായി. ഞാൻ കയറൂല. ഞാൻ ചാടൂ. ഇല്ല, ഞാൻ കയറൂല. ഞാൻ ഇതിനകത്ത് കയറൂല. ഞാൻ ചാടൂ. കേട്ടണ്ട കാര്യ പേടിയാറുണ്ട്. പൊട്ടി പോകുന്നില്ലല്ലോ. നോക്കി തലയിട്ടുണ്ട്. ഞങ്ങളെ വിശ്വസിച്ച് കയറിയതാട്ടോ. അപ്പോ പറഞ്ഞോലെ മെല്ലെ മെല്ലെ കുലുക്കിക്കൊണ്ടല്ലേ ബാറ്ററിന്റെ മുകളിൽ ഇറങ്ങുക. ചിലപ്പോ നല്ല സുഖമുണ്ട്. ഇങ്ങനെ മുകളിലൊക്കെ പോയിട്ട് വരിക. ഞാൻ ഇറങ്ങൂല. ഞാൻ ഇറങ്ങൂല. ഒരു സാഹിത്യകാരന് ഒരു വളർച്ചയില്ലാത്ത സ്ഥലമാണ് ഇവിടെ. എങ്ങനെ മിസ്റ്റർ പ്രകാശിനെ ഒന്ന് കാണാൻ പറ്റുമോ? പ്രകാശ് ഇന്ന് ലീവാണ്. ഓ, ഞാൻ നാളെ വരാം. ഞാൻ നാളെ വിളിക്കട്ടാ. ദേ ഒന്ന് നിന്നേ. പ്രകാശിനെ അന്വേഷിച്ചു. ആരാന്നാ പറഞ്ഞേ? ഞാൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പ്രകാശിന്റെ ഫ്രണ്ടാ. മുമ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. പ്രകാശിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞാൻ നാളെ കണ്ടോളാം. വേറൊന്നും കൊണ്ടല്ല, പ്രകാശിന്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഞാൻ, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. ഒന്നുമില്ലെന്നേ. അങ്ങനെ അങ്ങോട്ട് പോയല്ലോ പെങ്ങളെ. അത്യാവശ്യമാണെങ്കിൽ പ്രകാശിന്റെ അഡ്രസ് ഞാൻ തരാം. നമ്പർ 251 ഗാന്ധി നഗർ, തേർഡ് സ്ട്രീറ്റ്. താങ്ക് യു. ആയിക്കോട്ടെ. പ്രകാശ് ആ ടൗൺ എടുത്തരൂ. ഹായ് പ്രകാശ്.
എന്റെ അമ്മേ. പ്രകാശ്, ആരാ അവിടെ? പ്രകാശ്, പ്രകാശ്, come here. എന്താണ് അമ്മാവ? Who is there? അമ്മാവ, എന്റെ ഫ്രണ്ടാണ് അമ്മാവ. I won't allow anybody here. നിനക്കറിയാൻ പാടില്ലേ? പോകാൻ പറ അവനെ. അമ്മാവ, എന്റെ ഒരു സുഹൃത്തു കൂടിയാണ് അമ്മാവൻ. അറിയാതെ വിട്ടുപോയതാ. അറിഞ്ഞോ അറിയാതെയോ ഒരാളും ഈ വീട്ടിൽ വന്നുകൂടാന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട്? I will shoot him. Where is my gun? എന്റെ തോക്കവിടെ. അമ്മാവ തോക്കെടുക്കരുത് അമ്മാവ. അമ്മാവ, അവൻ അറിയാതെ വന്ന് വിട്ടുപോയതാ. മേലാൽ ആവർത്തിക്കില്ല അമ്മാവ. നിന്നോട് ഇത് ഫസ്റ്റ് വാർണിംഗ് അല്ല, പരമാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രകാശ്, അമ്മാവ, സാധനങ്ങൾ ഉടയ്ക്കരുത്. അമ്മാവ പ്ലീസ്, ഈ ഒരു പ്രാവശ്യം കൂടെ ക്ഷമിക്കും അമ്മാവ. ആ, ഈ പ്രാവശ്യം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മേലാൽ ഇങ്ങോട്ട് വരരുതെന്ന് പറയണം. ഓ ശരി അമ്മാവ. എന്താ പ്രകാശ് ആരാ? നോക്കി നിൽക്കാതെ പെട്ടെന്ന് കയറ്. ദൈവഭാഗ്യം, വെറും ദൈവഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കൃഷ്ണൻ രക്ഷപ്പെട്ടത്. ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആരായിരുന്നത്? ആഹാ, അപ്പൊ കഥകളൊന്നും അറിയില്ലല്ലേ? ഇല്ല. പട്ടാളത്തിൽ പോയി വട്ടളകിയ എന്റെ അമ്മാവൻ കേട്ടില്ലേ അവിടുത്തെ ബഹളങ്ങള്? രണ്ട് ലോഹമായുധങ്ങൾ കണ്ട് ചികിറിപ്പാഞ്ഞ് വരുന്ന വെടിയുണ്ടകൾക്ക് നേരെ നെഞ്ചു വിരിച്ചു കാട്ടി തോക്കുകൾ കൊണ്ട് മാത്രം കഥ പറയുന്ന അമ്മാവന്റെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ പോലും വിറയ്ക്കും. തലനാരിയുടെ വ്യത്യാസത്തിന് കൃഷ്ണൻ രക്ഷപ്പെട്ടത്. ഹോ. എന്റെ ലൈഫിന്റെ ട്രാജഡിയാണത്. മനുഷ്യത്വം തൊട്ട് തെറിച്ചിട്ടില്ലാത്തൊരു മൃഗം. എന്നെ കാണാൻ ആരും വരുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. 24 മണിക്കൂറും ഫിറ്റ്. ഇയാൾ എന്തായി കാണിക്കണേ? ഇതൊന്ന് തുറക്കാന്. അത് തുറക്കാനാണ് എങ്ങടാ? പിന്നെ ഈ കോപ്പ് എന്തിനാ? അതല്ല. ഇയാൾ എന്താ കൊരങ്ങച്ചനാ? ആ കുടി. അതും കൂടി ഇങ്ങോട്ട് എടുത്തു. അല്ല, ഈ പോലീസുകാരുടെ കയ്യിൽ നിന്ന് തനിക്ക് സമ്മാനം ഒന്നും കിട്ടിയില്ല എന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ഏയ്, ഈ സാഹിത്യകാരന്മാരോടും കലാകാരന്മാരോടും പോലീസുകാർക്ക് മമത കുറച്ച് കൂടുന്നുള്ള അറിയില്ലേ? ആഹാ. കാരണം അവരുടെ ഇടയിൽ ഇത്തരക്കാർ കൂടുതലില്ലേ? ഉവ്വ് ഇടിയൻ വേലായുധൻ, മിന്നൽ മാത്യു, ഇവരൊക്കെ പേര് കേട്ട കലാകാരന്മാരാണല്ലോ. ഒന്ന് പോടോ കാഞ്ഞിരം കുറ്റി. ദയ്യാക്ക് 2 പെക്കി കൂടുതൽ കൊടുക്കരുത് കേട്ടോ, ആകെ ചെളിയേക്കും. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ, ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ? ശരി പോട്ടെ. പ്രകാശ്, ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായിട്ടുള്ളതായ നീറുന്ന ചില ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു കഥ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊന്ന് കേൾക്കണം. കാഞ്ഞിരക്കുറ്റി, തന്റെ കുഞ്ഞിക്കഴുത്ത് പിടിച്ച് തിരിച്ചാലുണ്ടല്ലോ പീന്നൊരു ശബ്ദം കേൾക്കും. മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ. എന്നാ ഞാൻ ഒരു കവിത പാടട്ടെ. എങ്കിൽ തന്നെ ഞാൻ ഈ ടെറസിന്റെ മുകളിൽ താഴ്ത്തിക്കിടും. ആ ഹലോ, ആ സുമിത്രയാ? ആ ഇതാ വരുന്നു. ചകുച, സുമിത്രയാ. അമ്മായിയപ്പൻ പുരുഷോത്തം പിള്ള MP വന്നിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നാളെ കാണാം. അപ്പോഴേ ഒരു 50 റുപ്പീസ് തന്നിട്ട് പോണം. തനിക്കിങ്ങനെ ഇറക്കാൻ നാണക്കെടുന്നില്ലല്ലോ. നാണക്ക് നീ ചോദിക്കോ? കൊടുക്കടാ. സാഹിത്യകാരന്മാർക്ക് ഇന്ന ആളോട് വാങ്ങരുതെന്നൊന്നുമില്ല. ഓക്കെ. എന്താ ചാക്കോ, ഒരു പെക്കൂടെ ഒഴിച്ചാട്ടെ. അയ്യടാ, വേണമെങ്കിൽ ഒഴിച്ച് കുടിക്കടോ. പ്രകാശ്, പ്രകാശ്, പ്ലീസ് ഹെൽപ്പ് മീ. കം ഹിയർ പ്രകാശ്, പ്ലീസ് ഹെൽപ്പ് മീ പ്രകാശ്. എന്ത് പറ്റിയാ കൊച്ചാ? ഇതെന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? പറ്റിയത് എനിക്കല്ല, നിനക്കാ. നീയല്ലേ പറ്റിച്ചത്? എന്തിന്റെ പുറപ്പാടത്? ചളവാക്കരുത്. സോറി സിസ്റ്റർ, ഞാൻ സിസ്റ്ററിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വന്നതാ. വെള്ളം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സിസ്റ്ററിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് എന്റെ മനസ്സിലെ ഭാരം ഇറക്കാൻ വേണ്ടി വന്നതാ. ചാക്കോച്ചൻ എന്ത് പറ്റി? പ്രകാശേ, സുമിത്രയെ പോലുള്ള ഭാര്യയോട് എല്ലാം തുറന്നു പറഞ്ഞ് നിന്റെ മനസ്സിന്റെ ഭാരം ഇറക്കുന്നതാണോ നല്ലത്? എന്ത് പറ്റി? ചാക്കോച്ചൻ വെള്ളം അടിച്ച പിന്നെ എങ്ങനെയാ? സുമിത്ര പൊക്കോ. കൃഷ്ണ. കൃഷ്ണയോ? കൃഷ്ണകുമാർ, ഹൗസ് ഓണർ കൃഷ്ണകുമാർ. ഇവർ തമ്മിൽ കുറച്ച് പ്രോബ്ലം. ഇപ്പൊ എങ്ങനെ ഉണ്ടത്? ആ കാര്യങ്ങളൊക്കെ ഞാൻ തീർത്തു. ഇത് അതല്ല, ഇത് ഇന്നലത്തെ കൃഷ്ണ. ഓ, കൃഷ്ണചന്ദ്രൻ, ദൂരദർശനിലെ കൃഷ്ണചന്ദ്രൻ. അവനെന്ത് പറ്റി? അയാള് പെട്ടെന്ന് ചത്തുപോയിടാ. ഇന്നലെ കല്യാണം കഴിച്ച കൃഷ്ണ.
നിന്റെ കൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്നു കൃഷ്ണ. ഒരാൾക്ക് 2 ഭാര്യ വരും. ദൈവം പൊറുക്ക പെങ്ങളെ. ഞാൻ പോവാൻ തന്നെ വന്നത്. ഞാൻ ഈ ലോകത്ത് പോവാനാണ് വന്നത്. സിസ്റ്റർ, ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ ഈ നിൽക്കുന്ന പ്രകാശ് എല്ലാം മറച്ചു വെച്ചെന്ന് എനിക്ക് മനസ്സിലായി. സിസ്റ്ററിന് കേൾക്കണോ? ഇന്നലെ കാലത്ത് 8 മണിക്ക് അമ്പലത്തിൽ വെച്ച് കൃഷ്ണയും വിവാഹിതരായി. എനിക്ക് സമാധാനായി. ഞാൻ പോവാണ്. നീ വരുന്നുണ്ടോ എന്റെ കൂടെ? വരുന്നുണ്ടോ? അങ്ങനെ വിവാഹം കഴിയൂ. ഇനി ഞാൻ പോവാം. ഞാൻ വരൂട്ടെ 2 അടിച്ചിട്ട്. എന്താ പ്രകാശ് സംഭവിച്ചത്? ഇന്നലെ രണ്ടുപേരും കൂടി ഇവിടുന്ന് പോയപ്പോഴേ എനിക്ക് തോന്നി. ആഴ്ചകളും മാസങ്ങളും ജോലി ചെയ്ത് മടങ്ങിയെത്തുന്ന ചാക്കോച്ചനെ കാത്തിരിക്കുന്ന അയാളുടെ ഭാര്യ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ല. ഇന്നലെ ചാക്കോച്ചൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ നിർബന്ധിതനായി. ഈ വിവരം നിന്നോട് പറയരുതെന്ന് ചാക്കോച്ചന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോയപ്പോ നിന്നോടൊന്നും പറയാതിരുന്നത്. പാവം മദ്യത്തിന് അടിമയാവാതിരുന്നാ മതിയായിരുന്നു. കഷ്ടമുണ്ടല്ലേ? ചാക്കോച്ച, നിങ്ങളല്ലേ പറഞ്ഞ ഇപ്പൊ TV സീരിയലിന് നല്ല സ്കോപ്പ് ഉണ്ടെന്ന്? ഒരെണ്ണം കൊണ്ടുവന്നാ തട്ടിക്കളയാമെന്നും ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കാണ് തീരെ നേരമില്ല. പിന്നെ വന്ന സ്ഥിതിക്ക് ഒന്ന് വായിച്ചാ ഞാൻ പിന്നെ വരാം. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോരുത്. സീൻ നമ്പർ 1 പകൽ. ദൃശ്യം തുടങ്ങുന്നത് വിശാലമായ ഇവിടെ വായിക്കണ്ട, ചുരുക്കി പറഞ്ഞാ മതി. മതിയല്ലേ? ഞാനും അത് ആലോചിച്ചു. പിന്നെ നിങ്ങൾക്ക് ഷൂട്ടിങ്ങിന് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞതാ. ഊണിലും ഉറക്കത്തിലും ചാക്കോച്ച എന്റെ മനസ്സിൽ ഒരു വിങ്ങലായി, ഒരു മധുരിക്കുന്ന വ്രണമായി ഈ കഥ കുടിയിരിപ്പ് തുടങ്ങിയിട്ട് കാലം കുറയായി. ഉദ്ദേശം എത്ര കാലമായിട്ടുണ്ടാവും? വർഷങ്ങളോളമായി. കടൽ, ആഴി, അലയാഴി, കടലമ്മയെ ആശ്രയിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ഒരു വറ്റം മുക്കുവരുടെ കഥയാണ് ഞാൻ ഇവിടെ ആവിർഭാവനം ചെയ്യുന്നത്. അവരുടെ കൂട്ടത്തിൽ ഒരു തൊഴിലാളിയാണ് അച്ചൻകുഞ്ഞ്. അച്ചൻകുഞ്ഞിന്റെ 17 വയസ്സ് പ്രായമായ സുന്ദരിയായ ഒരേ ഒരു മകളാണ് എൽസമ്മ. ഈ എൽസമ്മയെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ അഷ്റഫ്. ഈ അഷ്റഫിൽ നിന്ന് അച്ചൻകുഞ്ഞ് പണമായും വള്ളമായും വലയായും ധാരാളം സഹായങ്ങൾ നേടിയിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വള്ളം നിറയെ മത്സ്യം, കൈ നിറയെ കാശ് ഇതെല്ലാം വന്നപ്പോൾ അച്ചൻകുഞ്ഞാളാകെ മാറി. ആ ചാകരകാലത്ത് അടുത്ത കരയിൽ നിന്ന് വള്ളം തുഴഞ്ഞുകൊണ്ട് കരുത്തനും മുരടനുമായ ഒരു യുവാവ് ഈ കരയിൽ വന്നെത്തി. പളനി കുര്യച്ചൻ. അല്ല പളനി, അല്ല കുര്യച്ചൻ. പളനി എന്ന് പറഞ്ഞ കുര്യച്ചൻ ഞാനല്ല കഥാകൃത്ത്. കഥ വലക്കമല്ല വർത്താനം പറയാ. അങ്ങനെ കുര്യച്ചൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അച്ചൻകുഞ്ഞ് മോളെ തന്നെ കെട്ടിച്ചു കൊടുത്തത്. മനസ്സിലായ പ്രകാശന്? ആ ഒരൊറ്റ കാരണത്താൽ ഹൃദയം തകർന്ന് തരിപ്പണമായി ഒരു നിരാശാ കാമുകനായിക്കൊണ്ട് ഈ അഷ്റഫ് കറുത്തമ്മയല്ല എൽസമ്മ, താങ്ക് യു, എൽസമ്മ എന്ന് വിളിച്ചുകൊണ്ട് കടാപ്പുറത്ത് പാട്ടും പാടി ഉലാത്തുകയായിരുന്നു. അങ്ങനെ ഇഷ്ടായോ? ഇത് നിങ്ങൾ എഴുതിയതാ? പിന്നെ നിങ്ങൾ എഴുതിയാ? ഏടോ മനുഷ്യ സ്വന്തമായിട്ട് വല്ലോണ്ട് എഴുതിയാ പറ. ഇത് തകഴിയുടെ ചെമ്മീനില്ലേ? പരീക്കൂട്ടൻ കറുത്തമ്മയുടെ പേര് മാറ്റിയാൽ ഞങ്ങൾ അറിയില്ലെന്ന് വിചാരിച്ചോ? ആര്? തകഴി അദ്ദേഹത്തിനല്ലേ ചെമ്മീൻ. ഓഹോ, അപ്പൊ ഇതിവിടെ ഏൽക്കൂല. ഇതിന്റെ 3ാമത്തെ അനുഭവമാണ്. മനുഷ്യൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു രചന സൃഷ്ടിച്ച് വളരാൻ ഇവിടെ അനുവദിക്കൂലല്ലേ? എന്ത് എഴുതി കൊണ്ടുവന്നാലും അത് തകഴിന്റേത്, എംടിന്റേത്, ബഷീറിന്റേത്. ഇതേ കുറച്ച് സ്റ്റാൻഡേർഡും വിവരമുള്ളടത്ത് വേണം കൊണ്ടേ കാണിക്കാൻ. എന്റെ അടുത്താണ് തെറ്റ്. നിങ്ങളെ കാണിച്ച എന്നെ ചവിട്ടണം. ഈ നേരം വരെ എവിടെയായിരുന്നു നീ? ഡ്രസ്സല്ലേ ഇവിടെ? ആദ്യ ഭസ്മം തുടങ്ങും. എന്റെ ഷർട്ട് ഇവിടെ. ഒന്ന് നേരെ നോക്കി ഓടിക്കോ. പെട്ടെന്ന് വിട്. പെട്ടെന്ന് വിട്ട് വല്ലവരും നെഞ്ചത്ത് വണ്ടി കയറിയ ഞാൻ ജയിലിൽ പോണ്ടേ? മുഹൂർത്തം തെറ്റും. നിങ്ങളൊന്ന് നേരെ നോക്കി വണ്ടി ഓടിക്കും. പെട്ടെന്നാവട്ടെ. വേണമെങ്കിൽ ഡ്രസ് മാറരുത്, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഓരോന്ന് വരുത്തി വയ്ക്കുകയും ചെയ്യും, ബാക്കിയുള്ളവരൊന്ന് ചാവുകയും വേണം. നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന്
വേഗം വിടലില്ല കൊച്ചാ. കാത്തിരുന്ന് മടുത്ത് അവള് പോയി കാണും. ഒന്ന് വേറെ ഇറങ്ങണം മാപ്പിളെ. മാലയുടെ മാല. അയ്യോ മാല എന്റെ കയ്യിലുണ്ട്. താലിയുടെ താലി ഞാൻ തിന്നു. നീ ബട്ടൺ നിന്നിട്ട് ഒന്ന് വേഗം നടക്കണോ. എനിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റൂ. നീ പോയി കെട്ട്. ചൂടാവാതെ എപ്പോഴും ഇങ്ങനെ നടക്ക്. ഏ? മൂർത്തി അപ്പൊ നിനക്ക് മൂത്രമൊഴിച്ചിട്ട് വരായിരുന്നില്ലേ? അതല്ല മൂർത്തി. മൂർത്തിയാ? ആ ആ. ഹലോ പ്രകാശ്, എങ്ങോട്ട് അമ്പലത്തിലേക്കാ? അല്ല മാർക്കറ്റിലേക്ക് ഇത്തിരി മീൻ മേടിക്കാൻ നീ വരുന്ന. അല്ല കയ്യില് മാലയൊക്കെ ആയിട്ട്. ഒരാള് ചത്തു, അടിയന്തരാണ് അയാളുടെ. എന്തോരം കാര്യങ്ങൾ അന്വേഷിക്കണം. എനിക്ക് ഈ ആൾക്കാരെ ഇഷ്ടമല്ല. മിസ്റ്റർ മൂർത്തി, ഞങ്ങളുടെ ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ട്. അപ്പൊ ആരും ഇല്ലാത്തതായതുകൊണ്ട് ഞങ്ങളാണ് നടത്തി ആ, കൊടുക്കുന്നത്. അത് പറഞ്ഞാ പോരാ, ഞാനും വരില്ല, ഞങ്ങൾ എല്ലാവരും കൂടെ. കാണുന്ന ആൾക്കാരുടെ കല്യാണം നടത്തിയുള്ള നിങ്ങളുടെ പണി. വൈകുന്നേരം മസ്കറ്റ് ഹോട്ടലിൽ പാർട്ടി ഉണ്ട്. അവിടെ ഒന്ന് വയറ് നിറച്ചിട്ട് ഞാൻ അടിക്കാം. മോളെ അച്ഛൻ ഇത്തിരി ബുദ്ധി പറഞ്ഞു കൊടുത്തേ. ഒന്ന് വേഗം പാടോ. താൻ എങ്ങോട്ടേക്കാ? ഇതിന്റെ ഉള്ളിലേക്ക് ഇത് അമ്പലം, ക്രിസ്ത്യാനിൽ കയറാൻ പാടില്ല. കേറി എന്താ ഉണ്ടാവുക? കയറി ഹിന്ദുക്കൾ തന്നെ തല്ലിക്കൊല്ലും. താലിയുടെ താലി എന്റെ ഇല്ലേ? ഇല്ലെന്ന് ഞാൻ നേരത്തെ അവിടെ തന്നില്ലേ? എന്റെ ഇല്ല. എന്റെ ഇല്ല. ഞാൻ അങ്ങോട്ട് തന്നു. അതല്ലേ താലി. താലിവിടെ നിൽക്ക്. ഇതൊരു മുസ്ലിം സബ്ജക്റ്റാണ്. ഒരു ചേഞ്ച്. കല്ലായിലെ മരവ്യാപാരിയായ അവറാൻ ഹാജിയാർക്ക് 3 ഭാര്യമാർ. 3 ഭാര്യമാരോ? അതെ, ഈ 3 ഭാര്യമാരിലായി 4 ആൺമക്കൾ. ആദ്യ ഭാര്യയിൽ ഇരട്ടവറ്റ 2 ആൺമക്കൾ ഹസൻ റഷീദ്, രണ്ടാമത്തേതിൽ ഹനീഫ്, മൂന്നാമത്തേതിൽ അസീസ്. അവറാൻ ഹാജിക്ക് വയസ്സായി. തന്റെ ബിസിനസ് കാര്യങ്ങൾ ആദ്യ ഭാര്യയിലെ മൂത്ത മകനായ ഹസനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഹസൻ കൂപ്പിലേക്ക് പോകാൻ തയ്യാറാവുമ്പോൾ രണ്ടാമത്തെ ഭാര്യ സുഹറാബി വരുന്നു. പ്രശ്നമുണ്ടാവുന്നു. എന്ത് പ്രശ്നം? പറയാം. അതാണ് കഥയുടെ മെയിൻ ത്രെഡ്. പണ്ട് ഹാജിയാരും രണ്ടാമത്തെ ഭാര്യയും കൂപ്പിൽ നിന്നും ജീപ്പിലേറി താമരശ്ശേരി ചുരമിറങ്ങി നാട്ടിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ജീപ്പിന്റെ ടയറിൽ ഒരു മുള്ളുകൊണ്ട് സൈഡിൽ ഒരു ദ്വാരം വന്നു. വണ്ടി ഒന്ന് പാളി. ഭാര്യയുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വലിയൊരാപത്തിൽ നിന്ന് ഹാജിയാർ രക്ഷപ്പെട്ടു. എങ്ങനെ? കൈയിന്റെ ചൂണ്ടുവിരലുകൊണ്ട് ടയറിന്റെ ദ്വാരം പൊത്തിപ്പിടിച്ച് വണ്ടി വീല് കറങ്ങണതിനനുസരിച്ച് തിരിച്ച് ആ സ്ത്രീ ചുരയിറക്കി. ഹാജിയാർ രക്ഷപ്പെട്ടു. അന്ന് ഹാജിയാർ അവർക്ക് ഒരു വരം കൊടുത്തു. വരോ? അതെ, അതായത് വാക്ക്. ആ എന്നാ വാക്ക് എന്താന്ന് ഞാൻ പറയട്ടെ. എന്നാ പറയട്ടെ. പറയുന്നു. ഹസനെയും റഷീദിനെയും കാട്ടിലേക്ക് അയക്കാനും അനീഫയെ വീട്ടുപരണ ഏൽപ്പിക്കാനും. എടോ, രാമായണം കട്ട് കള്ളക്കഥ ഉണ്ടാക്കണേക്കാളും വേണം തനിക്ക് തൂങ്ങി ചത്തുറോ കാഞ്ഞിര കുറ്റി. പിന്നെ ഞാൻ കുറെ നാൾ ഇനി എന്ത് കഥ ഉണ്ടെങ്കിലും നിങ്ങളോട് മാത്രല്ല അത് കേട്ട നിങ്ങൾ ഒരു അതും കെട്ടാന്ന് ഞാൻ ഒന്ന് കൊടുക്കട്ടെ. കാരണം അത് കേൾക്കുമ്പോഴേ ഒരു ഇംഗ്ലീഷ് നോവലിന്റെ ചെറിയ ടച്ച് തോന്നും. വേറൊന്നല്ല, വെറും 300 രൂപയ്ക്കും വേണ്ടി തമ്മിൽ ഒറ്റിക്കൊടുത്ത് ഒരു ക്രിസ്ത്യൻ വിപ്ലവകാരനെ കുരിശിലേറ്റ് കൊന്ന കഥ. കർത്താവേ, കളിച്ച് ക്രിസ്ത്യാനികളെ തൊട്ട് കളിക്കാൻ എന്റെ ശരീരം തൊട്ട് കളിക്കരുത്. ഹിന്ദു ക്രിസ്ത്യാനോ മുസ്ലിമോ ആരായി? ഞാൻ എന്റെ ഭാവന നിർത്തി. എന്റെ ഭാവന ബൈബിൾ കട്ടെഴുതി, രാമായണം കട്ടെഴുതി, ഇനി വരെ എന്നാണ് ഖുർആൻ കട്ടെഴുത കള്ളൻ. അങ്ങേര് സാധ്യമില്ലെന്ന് പറഞ്ഞ പിന്നെ എനിക്ക് എന്ത് ചെയ്യാനും? എനിക്കും ഇയാളുടെ കാല് പിടിക്കാനൊന്നും. അല്ല, അയാൾ എന്ത് പാട്ടുകാരാണെന്ന് പറയുന്നത്? എന്തോ മാങ്ങാത്തിൽ ഹിന്ദുസ്ഥാനി പാടിയിട്ടുണ്ട്. അങ്ങനെ ആളൊരു മുരടനായി ഞങ്ങൾ എന്ത് വേണം? പോയി ചാവണോ? ചില നിർത്തിയാണ് വർത്താനം ചൊറിഞ്ഞു. മിസ്റ്റർ മൂർത്തി, ഞാൻ മാക്സിമം സോഫ്റ്റ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്ത്. ഒരു തരത്തിൽ എടുക്കില്ലെന്ന് വെച്ചാ ഇതൊന്നും ആ പെരട്ട് തള്ള ഡയറക്ടർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വെച്ചാൽ കുറെ ലിഫ്റ്റിക്കിട്ടുണ്ട് പോരും. ഓരോ വൃത്തിയേട്ടവന്മാര് പാട്ട് പാടും, അതല്ലെങ്കിൽ നാസരം വായിക്കും, അതിന്റെ പിന്നാലെ ദൂരദർശനം പോവാ. നമുക്ക് ഈ പണി പറ്റില്ല. ഞാൻ പോവട്ട. ഹലോ പ്രകാശ്, ഞാൻ കൃഷ്ണയാണ്. ആദിത്യവർമ്മയുടെ. മനസ്സിലായി. എന്താ കാര്യം? വരാമെന്നോ? എനിക്ക് നിങ്ങളെ നേരിട്ട് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ വരുന്നു. ആരാ? ഹിന്ദുസ്ഥാനിയുടെ മോളാ. ആണോ? എന്നാ നല്ല വാക്ക് പറഞ്ഞ അവളെ വിളിച്ചിട്ട് 4 നല്ല വർത്താനാണ് പറയാ. അപ്പോഴേ തന്തി മോളും പഠിക്കുള്ളൂ. പറയല്ലേ? പിന്നെ ഞാനില്ലട നിന്റെ കൂടെ. ഗുഡ് ഈവനിങ് സിസ്റ്റർ. വരൂ. ചെല്ലേ. ഹായ് പ്രകാശ്. അയ്യോ, എപ്പോ വന്നു? ഇപ്പൊ എങ്ങനെയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്? ഞാൻ വേറെ ആവശ്യം വേണ്ടി വന്നതാ. അപ്പോഴാണ് നീ ചെക്കപ്പിന് വന്നെന്ന്. കഴിഞ്ഞോ?
ഡോക്ടർ എന്ത് പറഞ്ഞു? ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞു. ഓ. വരുന്നില്ലേ? ഇല്ല, കൃഷ്ണ പോക്കോളൂ. എനിക്ക് ഡോക്ടറെ കണ്ടിട്ട് അത്യാവശ്യ കാര്യമുണ്ട്. വാ. ആ, വരൂ വരൂ. സിസ്റ്റർ, ദിസ് ഈസ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ പ്രകാശ്. അല്ല, ഞാൻ കൊണ്ട് വിട്ടിട്ട് വരാം. എന്റെ വർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിരുന്നു. സാരമില്ല, ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. ബൈ. ദൈവമേ, എന്തു പറഞ്ഞു ഡോക്ടർ? അടുത്ത 20th വീണ്ടും വരാൻ പറഞ്ഞു. പോവാം. എന്താ പറ്റി? ഞാൻ എന്റെ ബാഗ് മറന്നു. ഓ, പോട്ടെ. ആ, പോയോ? ഓ, ആരാ അത്? എന്റെ കൂടെ ദൂരദർശനിൽ വർക്ക് ചെയ്യുന്ന മഹാ കത്തിയാ, നിന്ന കൊന്നുകളയും. പോവാ. ആ, ഒരു മിനിറ്റ്. സോറി സിസ്റ്റർ, പരിചയപ്പെടുത്താൻ മറന്നു. ഇതെന്റെ ഹസ്ബൻഡ് പ്രകാശ്. നിങ്ങളുടെ ഹസ്ബൻഡോ? അപ്പൊ മറ്റേ സ്ത്രീ? മറ്റേ അല്ല, സ്ത്രീയോ? ഒരു മിനിറ്റ്. എന്റെ പൊന്നെ, ആ സിസ്റ്ററോട് സംസാരിച്ചാൽ ആ കുഴപ്പാ. അതെന്താ? നിനക്കറിയില്ലേ, അവർക്ക് സ്വബോധമില്ല. ആണോ? പിന്നല്ലാതെ ഇവരെന്തെല്ലാം കള്ളമാണ് പറയുന്നറിയോ? കാണുമ്പോഴും സംസാരിക്കുമ്പോഴും നോർമൽ ആണെന്നേ തോന്നുന്നു. പ്രകാശിന് എങ്ങനെ അറിയാം? അന്ന് ഞാനൊരു പ്രോഗ്രാം ചെയ്തില്ലേ, ഡ്രഗ് അഡിക്സിനെ പറ്റി. ഉം. അന്ന് ഞാൻ ഇവരെ രഹസ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തു. ചാക്കോച്ചനായിരുന്നു എന്റെ കൂടെ. ചാക്കോച്ചനെ കണ്ടപ്പോ ഇവർക്ക് കെട്ടിയേ തീരൂ. ഊരിപ്പോരാൻ പറ്റ പാടെ. അയ്യോ പാവം. ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? ഇവർക്ക് ഡോക്ടർ മേന്നെ കെട്ടണമെന്ന്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇപ്പൊ പ്രാന്തില്ല, പക്ഷെ നിങ്ങൾ എനിക്ക് പ്രാന്ത് പിടിപ്പിക്കും. എന്താന്ന്? നിങ്ങൾ എന്തിനാ പെണ്ണിനെ ഒന്ന് വീട്ടിലോട്ട് പറഞ്ഞേച്ചത്? ആരെ? ആ ദൂരദർശനിൽ അന്വേഷിച്ചൊന്നുമില്ല ഒരു പെണ്ണ്, ആ ഹിന്ദുസ്ഥാനിയുടെ മോള്. ഓഹോ, അപ്പൊ അതാണ് ഹിന്ദുസ്ഥാനിയുടെ മോളല്ലേ? അത് ശരി. വീട്ടിലേക്ക് അയച്ചോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? നിങ്ങൾക്ക് അതിന്റെ ഒരു ഒരു ഇത് മനസ്സിലാവണ്ട. ഇതോ? ആ, ഇതെന്താന്നാ ഞാൻ ചോദിച്ചത്. സത്യം പറ പ്രകാശേ, എന്താ ഇതിന്റെ ഒരു ലൈൻ? ഓ, അങ്ങനെയൊന്നും ഇല്ലെന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നുലീ വേണ്ടാന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഒന്നുലീ വേണ്ടൂ. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? എങ്ങനെ എങ്ങനെ? അത്രയ്ക്കൊന്നും ഇല്ല. അത് പിന്നെ കള്ളച്ചെക്ക, എനിക്ക് നിന്നെ അറിയില്ലേ ചൂട്ടാങ്കി. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, സുമിത്ര എറണാകുളത്ത് പോവാന്ന് പറഞ്ഞപ്പോ എന്തൊരു വെപ്രാളായിരുന്നു നിനക്ക്. ജീവിതത്തിന്റെ താളം തെറ്റി, ഉറക്കം വരണില്ല. ഇപ്പൊ നിനക്ക് ശരിക്കും ഉറക്കം വരണ്ട. ചാക്കോച്ച നിങ്ങൾ വിചാരിക്കുന്ന പോലെ. വേണ്ട, ന്യായീകരണമൊന്നും പറയണ്ട. ഓലപ്പടക്കത്തിനാ തീ പിടിച്ചിരിക്കണേ. സൂക്ഷിച്ചു കളിച്ചോ. അനുഭവം ഉള്ളതുകൊണ്ട് പറയണതടാ മോനെ. May I come in? പ്രകാശേ, ദേ ആരാ വന്നിരിക്കണേ നോക്കിയേ. ഇതാര് കാഞ്ഞിരം കുറ്റിയോ? ആകൊന്ന് വൃത്തിയായിട്ടുണ്ടല്ലോ, എന്ത് പറ്റി? സോറി, ഞാനിപ്പോ കാഞ്ഞിരംകുറ്റിയല്ല, ഇടക്ക് വെച്ച് പേരൊന്നും മാറ്റി. അതെന്താ? അതായത് ഈ കാഞ്ഞിരംകുറ്റി എന്ന് പറയുമ്പോൾ അതിലൊരല്പം കയ്പില്ലേ? ഉണ്ട്. എന്റെ കൃതികളിൽ ഉടനീളം വായനക്കാർക്ക് ഈ കയ്പ് അനുഭവപ്പെട്ടു. അത് കറക്റ്റാ. വായനക്കാർ നന്നാവാത്ത കാലത്തോളം ഈ സാഹിത്യ ലോകത്തിന് ഒരു ലക്ഷ്യം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എഴുത്ത് നിർത്തി. ആ. അമൃതം ഖാദർ എന്ന പേരിൽ പുതിയ മേഖലകളിലേക്കാണ് എന്റെ കാൽവെപ്പ്. അതെന്താ, ദുബായിലേക്ക് പോവാണോ? ചേ, നിരൂപണം. അത് കൊള്ളാം, വലിയ അധ്വാനം ഇല്ലാത്ത പണിയാണല്ലോ. ആഹാ, അതിനാണ് അധ്വാനം. എഴുത്തുകാർക്ക് കണ്ണു കണ്ട് എന്തെങ്കിലും വാരികൾ ചെയ്താണ്ട് വായിച്ചാൽ മതി. ഇത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കി മറ്റുള്ള പുസ്തകങ്ങൾ റെഫർ ചെയ്ത് അതിലെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി നിരൂപണം എഴുതാൻ തന്നെ ചില്ലറ പണിയാ. പഴയ പോലുള്ള പണിയാണോ? ഇത് വലിയ റിസ്ക് പിടിച്ച പണിയല്ലേ? പിന്നെ? മോന്തക്ക് നല്ല പെട കിട്ടില്ലേ? ഇങ്ങനെ എങ്ങനെ പെടട്ടാ ഞാൻ എന്താ പോക്കറ്റ് അടിക്കാൻ വന്ന? പോക്കിത്തരം പറഞ്ഞു കൊടുക്ക. എന്ത് മനസ്സിലാക്കിയിട്ടാണ് വർത്താനം പറഞ്ഞത്? ഞാനിപ്പോ ആരാന്നാ വിചാരിച്ചേ? താഴെ എന്നെ കാത്തിരിക്കുന്ന മനുഷ്യൻ ആരാന്നറിയോ? ജ്ഞാനപീഠ അവാർഡ് വാങ്ങിയ യണമ്പ്യാരാ. അയാളുടെ പുതിയ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടെന്ന് ഞാൻ അതിന് പോവുക. അതെ, പോണ വഴിക്കൊന്ന് കണ്ടുപോകാന്ന് വിചാരിച്ചപ്പോ തൊള്ളെ കൊള്ളാത്ത വർത്താനം പറഞ്ഞ ആളെ മേപ്പിട്ട് തരണം. ഇതേ 1.2 ക്യാമറയും തൂക്കി നാട് നിങ്ങളെ ഷൂട്ട് ചെയ്ത് നടന്നിട്ട് ദൂരദർശനെ പറ്റിക്കുന്ന പണിയല്ല, മനസ്സിലായോ? ദൂരദർശനെ പറ്റിക്കാൻ നടക്കണെന്ന് നിന്റെ അച്ഛനാണ്. എന്താ ദേഷ്യം വന്ന? ദൂരദർശനെ പറഞ്ഞോണ്ടൊന്നല്ലടാ, പിന്നെ എനിക്ക് ആ വൃത്തിയായിട്ടവനെ ഇഷ്ടല്ല.
എക്സ്ക്യൂസ് മീ, ഒരു മിസ്സസ് പ്രകാശ് ഏത് റൂമിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ജസ്റ്റ് പ്രഭാര ഒന്നിങ്ങി വന്നേ. സാറ് ആരെ ചോദിച്ചേ? അല്ല, ഒരു മിസ്സസ് പ്രകാശിനെ എവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അറിയോ? മിസ്സിസ് പ്രകാശ്. ആ ഓക്കെ, താനൊന്ന് ഒപ്പിക്കൊണ്ടേ ഇല്ല സാറേ. ഒന്ന് പെട്ടെന്ന് കൊടുത്തിട്ട് പാടി. എന്താ വേണ്ടത്? ഒരു മിസ്സസ് പ്രകാശിനെ എവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? മിസ്സിസ് പ്രകാശ്. താനും വരെ പോയില്ലേ, ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞേപ്പിച്ചാ പിന്നെ എന്താ വേണ്ടത്? ഇത് ആരെങ്കിലും ഒന്ന് പറയേ, എത്ര നേരം ചോദിക്കുന്നു? ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്ത മിസ്സസ് പ്രകാശ് ഏത് റൂമിലാണ്? മിസ്സസ് പ്രകാശ് 309. താങ്ക് യു. ഒന്ന് മാറിക്കേ അച്ഛനെ. അത്യാവശ്യമുള്ള ആളല്ലേ. ഞാൻ കയറട്ടെ. തേട്. കൃഷ്ണ. പ്രകാശ് ഡോക്ടർ വന്നിരുന്നോ? ഇപ്പൊ വിഷമമൊന്നുമില്ല? ഇല്ല. ഡോണ്ട് വറി. സാറേ, സാറല്ലേ മിസ്സിസ് പ്രകാശ് അന്വേഷിച്ചത്? അതെ, ഇതാണല്ലോ മിസ്സസ് അവിടെ പ്രകാശ്. അവിടെ എന്താണ് കാര്യം? സാറല്ലേ മിസ്സിസ് പ്രകാശ് അന്വേഷിച്ചത്? അവരെ താഴെ കൗണ്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ അമ്മേ, അവളും വന്നോ? അപ്പൊ ഇതാരാ സാറേ? അതൊക്കെ ഉണ്ട്, താൻ പോ. അവര് അവിടെ കൃഷ്ണ, ഒരു മിനിറ്റ് ഇതാ വരുന്നേ. എവിടെ പോകുന്നു? ഡോക്ടർ കാണാം. കുരിശ്. സുമി, എവിടെയായിരുന്നു? ഞാൻ എത്ര പ്രാവശ്യം ഫോണിൽ ട്രൈ ചെയ്തു. ഞാൻ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ല? ഇല്ല. പ്രകാശ് എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണേ. സാർ, ഏ? സാറിനോട് അന്വേഷിക്കുന്നു. ഹലോ, എങ്ങനെയുണ്ട്? സിസ്റ്റർ, ആ കേസ് ഷീറ്റ് റൂമിലേക്ക് കൊടുത്തേ. സുമി, അതിനിടയ്ക്ക് എവിടെ പോയത്? അത് എന്റെ ഒരു ഫ്രണ്ടിന് സീരിയസ് ആയിട്ടൊരു ആക്സിഡന്റ്, താഴെ അഡ്മിറ്റ് ചെയ്തു. പ്രകാശ്, എനിക്ക് വല്ലാതെ പെയിൻ തോന്നുന്നു. ഡോൺ പറയൂ കൂട്ടാ, ഞാനില്ലേ കൂടെ. വർക്കി, മിസ്സസ് പ്രകാശിന് ഇഞ്ചക്ഷൻ കൊടുത്തേ. കൂട്ടാ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. എവിടേക്കാ വീണ്ടും? ഫ്രണ്ടിനെ സീരിയസ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഞാനിപ്പോ വരാം. വേഗം വരണേ. ആ. അതിനെനിക്ക് സിസേറിയനാണെന്ന് ആര് പറഞ്ഞു? നിങ്ങളല്ലേ മിസ്സിസ് പ്രകാശ്? അതെ, ഐ എം കൃഷ്ണ. അതൊന്നും എനിക്കറിയില്ല. ഇവിടെ മിസ്സിസ് പ്രകാശിനെ എഴുതി വെച്ചിരിക്കുന്നത്. സിസ്റ്റർ ആണോ നോക്കിക്കണേ ഒത്ത്? നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം പ്ലീസ്. ചെക്കൊക്കെ കഴിഞ്ഞിട്ടാ വരുന്നേ. കൃഷ്ണ, താനെന്തോ ഇവിടെ? ഇവർക്ക് സിസേറിയൻ ഓപ്പറേഷൻ നടത്തണ്ട സാറേ. ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കുന്നില്ലാന്ന്. സിസ്റ്ററിന് ഓപ്പറേഷൻ? ആർക്ക്? ഇവർക്കോ? ആ, താനൊരു സ്ത്രീയെ മര്യാദയ്ക്ക് പ്രസവിക്കാൻ സമ്മതിക്കില്ലല്ലേ? താനെ ചാർട്ട് ഒന്ന് ചെക്ക് ചെയ്തേ. ഡോക്ടർ മേനോന്റെ പേഷ്യന്റ് അല്ലേ അത്? അതെ, ഡോക്ടർ മേനോന്റെ പേഷ്യന്റ് തന്നെയാണത്. പക്ഷെ ഡോക്ടർ മിസ്സസ് മേനോന്റെ പേഷ്യന്റ് ആണ്. അപ്പളേ ഒഴിവാക്ക്, സ്ഥലം ഒഴിവാക്ക്. എന്താണ് വർക്ക്? തനിക്ക് ഇവിടെ കാര്യം? ഒന്നുമില്ല ഡോക്ടർ, ഞാൻ ഹൗ ആർ യു? ഓക്കേ ഓക്കേ ഡോക്ടർ. ഇവിടെ മിസ്സിസ് മേനോന്റെ മിസ്സിസ് പ്രകാശ്, അവിടെ മിസ്റ്റർ മേനോന്റെ മിസ്റ്റർ പ്രകാശ്. അതും മിസ്സിസ് പ്രകാശ് ആണല്ലേ? ആകപ്പാടെ കോംപ്ലിക്കേഷൻസ് ആണ്. അത് 301 വേഗം കൊണ്ടു കൊടുക്ക്. 301 കൊണ്ടുപോ. ആ നിക്ക് സിസ്റ്ററെ, നമുക്ക് മേനോൻ ഡോക്ടറോട് ഒന്നുകൂടി പോയി ചോദിച്ചിട്ട് വരാം. പിന്നെ ഇത്തിരി കോംപ്ലിക്കേഷൻസ് അല്ലേ വേണം. നമുക്ക് ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. വാ പോവാ. എന്താ ഇത്ര ലേറ്റ് ആയേ? ഞാൻ ആ ഫ്രണ്ടിന്റെ അച്ഛനുമായിട്ട് സംസാരിച്ചിരിക്കുന്നു. പാവം. സിസേറിയൻ എന്ന് പറയുമ്പോഴാ എനിക്കൊരു പേടി. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്റെ കുട്ടി. ഉള്ളത് പോലെ പറയും.
അങ്ങനൊരു കുഴപ്പം എനിക്കുണ്ട്. തന്നെത്താൻ വിചാരിച്ച പതുക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തറിയാം? എനിക്കറിയാം, ഹസ്ബൻഡ് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കതിൽ വിഷമൊന്നുമില്ലേ? ആദ്യം കേട്ടപ്പോ ഒരു വിഷമമൊക്കെ തോന്നി. ഓഹോ, അപ്പൊ നിങ്ങളാണ് ശരിക്കും വഷളാക്കുന്നതല്ലേ? സിസ്റ്റർ, 306 പേഷ്യന്റ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല. അയ്യോ, ഞാനങ്ങ് മറന്നു. കൃഷ്ണ, സിസ്റ്റർ, ഈ റൂമിൽ കിടന്ന പേഷ്യന്റ് അവരെ 302 മാറ്റി. 301 സുമിത്ര കിടക്കുന്നത്. കൃഷ്ണ, നല്ല ആളാ. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവിടെ എങ്ങും കണ്ടില്ല. ഞാൻ ഡോക്ടറുമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നേ. ഏതോ പേഷ്യന്റ്. എന്തിനാ പ്രകാശിനെ വിളിക്കുന്നത്? എന്നെയല്ല, ചിലപ്പോ ആ സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് പ്രകാശ് ആണെങ്കിലോ? ഭർത്താവിന്റെ അല്ല, അച്ഛന്റെ അമ്മയുടെ ചേട്ടന്റെ അളിയന്റെ അമ്മാവന്റെ പേര് പ്രകാശ് ആയിക്കൂടെ? പാവം വല്ലാതെ കരയുന്നു. ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. ആ പ്രകാശനെ കാണാത്തോണ്ടല്ലേ ഒരു പ്രകാശം വിളിക്കുന്നത്. ആ പ്രകാശിനകത്ത് ഈ പ്രകാശം പോയി നോക്കട്ടെ. കൃഷ്ണ കണ്ണടച്ച് കൊടുക്കുമ്പോൾ ഈ പ്രകാശം പറന്നെത്തും. ഓക്കെ, എന്താ സുമി വിളിച്ചത്? പ്രകാശ് എവിടെ പോയിരുന്നു? തിയേറ്റർ വേഗം റെഡിയാക്കൂ. സിസ്റ്റർ, ഇവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റും. ഡോണ്ട് വറി. അപ്പുറത്ത് കിടക്കുന്ന സ്ത്രീയുടെ പേരും മിസ്സസ് പ്രകാശ് എന്നാണോ? അതെ, അതും ഡെലിവറി കേസാ. ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആണല്ലോ. രണ്ട് മിസ്സസ് പ്രകാശ് അടുത്തടുത്ത മുറിയിൽ. ഒന്നുമില്ല, എല്ലാം ശരിയോ ഡോക്ടർ? സിസ്റ്റർ, ഒരു ലേബർ റൂമിലേക്ക് മാറ്റിക്കുന്നു. ശരി ഡോക്ടർ. Just see my position. Sumi, Krishna, please, Sumi, ഞാൻ പറയുന്നത് കേൾക്കൂ. അയ്യോ, Sumi,